ഞാൻ എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല. തീരുമാനം നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല. നിങ്ങള് അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ്, പാർട്ടിയിൽ നിന്നും, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും. അദ്ദേഹം അവിടുത്തെ MLA അല്ലേ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമന്റും ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും? കോൺഗ്രസ് നേതാക്കന്മാരെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയണത്? അദ്ദേഹം PJ പൗലോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവിന്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു. അവര് അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പാർട്ടിയിൽ നിന്ന്. ഇന്നുവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല. ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ വെച്ച് കാണാതെ പോവോ? വണ്ടി കയറി പോവോ? കാണാതെ പോവോ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇങ്ങനെ നിസ്സാരമായ ചോദ്യങ്ങളാണ്, ഇറലവന്റായ ചോദ്യങ്ങളാണ്. കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ്. ഇത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ്. അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും. ഇപ്പൊ അതില്ല. അല്ല, ഞാൻ കണ്ട അദ്ദേഹത്തെ ആസ്ഥാനം ചെയ്യും. എന്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ, ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകരല്ലേ. അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടേ ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ P സരിനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കുമല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലേ P സരിനെ. എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത്. 10 ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ. അദ്ദേഹത്തെ കണ്ട്, അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ്. എത്ര പേര് പാർട്ടി വിട്ടിട്ട് ഞാൻ ശ്രീമതി പത്മജ വേണുഗോപാലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ട് അവരുമായിട്ട് വിശദങ്ങൾ സംസാരിച്ചു. അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു. കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു. അവരുടെ കുഞ്ഞുങ്ങളുടെ, പത്മജ ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരെ ഞാൻ അന്വേഷിച്ചു. വേറെ പാർട്ടി പോയ ആളുകളായിട്ട് മിണ്ടാം. ഇത് കേരളമല്ലേ? നിങ്ങൾ വെറുതെ ഇതിനെയൊക്കെ വലിയൊരു വൈഡർ ആംഗിളിൽ കാണണം. നിങ്ങൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിലേക്ക് എടുത്തൊരു നിലപാട്, ആ പാർട്ടിയെ നിങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനെയൊക്കെ ചെറുതാക്കാൻ നോക്കരുത്. ഒന്നുമില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു. എല്ലാവരും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാവരും, ഒരാളും അതിന്റെ അകത്തുനിന്ന് മാറിയിട്ടില്ല. ഒരാൾ അതൊക്കെ എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന വാർത്തകളാണത്. ഞാൻ ഒറ്റപ്പെടുകയൊന്നുമില്ല. ഞാൻ ഒരു തീരുമാനവും എന്റേതായി ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല. എന്റെ അഭിപ്രായം പറയും. ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കും. അതാണ് ഞങ്ങളുടെ സിസ്റ്റം. അതാണ്. നിങ്ങൾക്ക് അറിയില്ലാണ്ടാ. നിങ്ങൾ ഈ ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ, സാങ്കല്പിക ചോദ്യങ്ങൾ.